ഹായ് സുഹൃത്തുക്കളെ, ഇങ്ങനൊരു വാട്സാപ്പ് പോസ്റ്റ് കണ്ടപ്പോൾ പങ്കുവെക്കാതിരിക്കാനായില്ല. എല്ലാവർക്കും ഉപകരിക്കുന്നതാണ്. എല്ലാവരും ശ്രദ്ധിക്കണേ. തലശ്ശേരി ഇന്നലെ കയറിയ വണ്ടി കോപ്പറേറ്റീവ് ഹോസ്പിറ്റൽ നേഴ്സിന്റെ അമ്മയാണ്. അവരുടെ കഴുത്തിലെ മാല പിടിച്ച് കഴുത്ത് മുറിഞ്ഞു. ബാക്കി 8 പവന്റെ മാലയാ, 3 പവനെ കിട്ടിയിട്ടും ബാക്കി കള്ളനെടുത്തുകൊണ്ട്. അതുകൊണ്ട് നിങ്ങൾ 10,000 കാര്യങ്ങളൊക്കെ ഇട്ടോ, പക്ഷെ മൊബൈൽ പോയാലും കൂടെ നിങ്ങൾക്ക് കിട്ടും. ബാക്കി സ്വർണ്ണമാല പോയാൽ നിങ്ങൾക്ക് കിട്ടാൻ വളരെയേറെ ബുദ്ധിമുട്ടാണ്. ഒരു കാരണവശാലും കിട്ടില്ല. എന്തിനാ നിങ്ങൾ വീട്ടുന്നോ അല്ലെ വേറെ ഇടുന്നോ ഷോ കാണിച്ചോ? അപ്പൊ അതുകൊണ്ട് ഒരു കാരണവശാലും നിങ്ങളെ പത്രാസ് കാണിച്ചിട്ടുള്ള മാല ഇട്ട് പോക്ക് വേണ്ടെന്നാ പറയുന്നത്. ഇനി ഇട്ട് പോകുന്നുണ്ടേ നിങ്ങളെ ഇഷ്ടം. വന്ന് പരാതി കൊടുത്തേ നമുക്കൊന്നും ആക്ഷൻ എടുക്കാൻ പറ്റില്ല. ഈ നിങ്ങൾക്ക് യാത്രയിൽ ഉപകരിക്കേണ്ട പല കാര്യങ്ങളും റെയിൽവേ ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ആവശ്യം ഉണ്ടെങ്കിൽ തന്നെ ഇമീഡിയറ്റ് 139 എന്ന് പറഞ്ഞ ടോൾ ഫ്രീ നമ്പർ ഉണ്ട്. കേൾക്കുന്നില്ല ലേഡീസ്? ഇപ്പൊ സ്ത്രീകൾക്കെതിരെയുള്ള പരാതികളൊക്കെ കുറെ കൂടിക്കൂടി വരികയാണ്. നഗ്നത പ്രദർശിപ്പിക്കല്, ഫോട്ടോ എടുക്കല്. കഴിഞ്ഞ ആഴ്ച മലബാർ എക്സ്പ്രസിൽ 70 വയസ്സുള്ള ഒരു അമ്മമ്മേനാണ് ഒരു സ്കൂൾ മാഷ് പീഡിപ്പിച്ചത്. ഇവിടെ വെച്ച് തലശ്ശേരി കണ്ടുവന്ന ഒരു ലേഡി പുറത്തെടുത്തിട്ട് അതിനെ അടിക്കുമ്പോഴാണ് നമ്മൾ പിടിച്ചിരിക്കുന്നത്. അപ്പോ അതുകൊണ്ട് പ്രത്യേകം പറയുന്നത്, ഇങ്ങനെ എന്തെങ്കിലും ഒരു സംഭവം ഉണ്ടെങ്കിൽ നിങ്ങൾ വിളിക്കേണ്ട നമ്പറാണ്. ലേഡീസ് പ്രത്യേകം ശ്രദ്ധിക്കുക. ആർക്കെങ്കിലും ഈ കൂടിയിരുന്നോട്ടർക്ക് അറിയാം നമ്പർ അറിയാവാ? ടോൾ ഫ്രീ നമ്പർ ആർക്കെങ്കിലും അറിയാവാ? വളരെ മോശം തോന്നുന്നത്. 130 നമ്മൾ ദിവസവും തലശ്ശേരിന്നോ എല്ലാ സ്റ്റേഷനും ക്ലാസ് എടുത്തിട്ടാ വിടുന്ന എല്ലാവരും. 139 എന്ന ടോൾ ഫ്രീ നമ്പറാണ്. ഡൽഹി 139, ഡൽഹിയിലായാലും രാജസ്ഥാനിലും UP-യിലായാലും ചെന്നൈയിലായാലും തലശ്ശേരിയായാലും മംഗലാപുരത്തായാലും ബാംഗ്ലൂരായാലും എവിടുന്നും ഫ്രീ നമ്പറാണ്. നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് വിളിക്കാം. എമർജൻസി ആയിട്ട് നമ്മൾ അടുത്ത സ്റ്റേഷനിലേക്ക് എത്തും. പക്ഷേ എങ്കിൽ അനാവശ്യമായിട്ട് എന്റെ ഷൂ പോയി, എന്റെ പഴയ ഡ്രസ്സ് പോയി എന്നിട്ട് ഒരു കാരണവശാലും വിളിക്കാൻ പാടില്ല. പല കുടുംബരും ഇപ്പൊ അങ്ങനെയാണ് പ്രവണതയുള്ളത്. അങ്ങനെ വിളിക്കുന്നുണ്ട്. അങ്ങനെ വിളിച്ചു കഴിഞ്ഞാൽ എന്താ പ്രശ്നം ചോദിച്ചാൽ നിങ്ങൾക്ക് 3ാമത്തെ പ്രാവശ്യം നമ്പർ ബ്ലോക്കായി പോകും. പിന്നെ 4ാമത്തെ പ്രാവശ്യം നിങ്ങൾ ഉച്ചവരോ ഉടവരോ പോകുമ്പോൾ നിങ്ങൾക്ക് നെഞ്ചുവേദനയോ ഏതെങ്കിലും അത്യാവശ്യ കാര്യങ്ങൾ എന്തെങ്കിലും അനുഭവപ്പെട്ടാൽ നിങ്ങൾക്ക് വിളിച്ചാൽ കിട്ടില്ല. അങ്ങനെയുള്ള അനുഭവങ്ങൾ യാത്രക്കാർക്കുണ്ട്. അതുകൊണ്ട് റെയിൽവേ ചെയ്യുന്ന നല്ല നല്ല കാര്യങ്ങളൊക്കെ വളരെ നല്ല രീതിയിൽ ഉപയോഗിക്കുക. നിങ്ങൾക്ക് ഒറ്റയ്ക്ക് ലേഡീസിനെ യാത്രയാക്കാൻ പലരും പറയും റെയിൽവേയിൽ മക്കളെ ഒറ്റയ്ക്ക് യാത്രയാക്കാൻ പറ്റൂല, റെയിലിൽ പേടിയ ഇപ്പൊ ഒരു പേടിക്കേണ്ട ഒരു ആവശ്യമില്ല. നമ്മൾ നിങ്ങളെ പിന്തുടരുന്നുണ്ട്. പിന്നെ നമ്മുടെ ഉദാഹരണത്തിൽ ഇപ്പൊ മംഗലാപുരം എന്ന് പറഞ്ഞാൽ തിരുവനന്തപുരം വരെ വരുന്ന ഒരു യാത്രക്കാരി ഒരാളാണെങ്കിൽ, സിംഗിൾ ലേഡി ആണെങ്കിൽ RPF-ന്റെ വനിതാ കോൺസ്റ്റബിൾ എല്ലാ സ്റ്റേഷനിലും പോയിട്ട് മേരി സഹേലി എന്ന് പറഞ്ഞ ഒരു പരിപാടിയുണ്ട്. നിങ്ങളെ വന്നിട്ട് എന്തോ പ്രശ്നമുണ്ടോ തിരുവനന്തപുരം എത്തുന്നവരെ നിങ്ങളോട് ചോദിക്കും. ഇങ്ങനെയുള്ള കുറെ നല്ല നല്ല കാര്യങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ നിങ്ങൾ ഓർത്ത് വെക്കുക. നമ്പർ ഏതാ ഓർമ്മയുണ്ടോ? ലേഡീസ് പറ, ഏതാ നമ്പർ? അത് നിങ്ങൾ മാത്രമല്ല, നിങ്ങളെ പരിചയക്കാരോടൊക്കെ പറയും. നിങ്ങൾ ഇത് വേണ്ട രീതിയിൽ ഉപയോഗിക്കുക. നമ്മളും നിങ്ങളെ കൂടെ ഉണ്ടാവും. ഓക്കെ.